ഞങ്ങളുടെ പേരമക്കൾ മറന്നിട്ടില്ലല്ലോ. ഞങ്ങൾ താമസിച്ച വീട്ടിൽ താമസിക്കുമ്പോൾ അവരിങ്ങനെ ബിരിയാണി തിന്നുമ്പോ ഞങ്ങളെ അവര് മറന്നിട്ടില്ലല്ലോ. സന്തോഷമാകും. അതുകൊണ്ടാണ് മുൻകാല പണ്ഡിതന്മാർ അത്തരം സൽക്കർമ്മങ്ങളെ ഒന്നും ചോദ്യം ചെയ്യാതിരുന്നത്. അവിടെ ദുആ നടക്കുകയല്ലേ, ഫാത്തിഹ ഓതുകയല്ലേ, ആളുകൾ ആമീൻ പറയുകയല്ലേ, നടന്നോട്ടെ. പക്ഷേ ആ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അതേ സ്ത്രീകളായിരിക്കണം കൊണ്ടുപോകുന്നത്. പുരുഷന്മാര് കലരണ്ട, അന്യപുരുഷന്മാര് കലരണ്ട. ഇതുപോലെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് അന്യപുരുഷന്മാരെയും കൂട്ടിപ്പോയിട്ട് ആ പെണ്ണിനെ അതാ വരനാകാൻ ഉദ്ദേശിക്കുന്നവനല്ലാതെ നോക്കണ്ട. മറ്റ് പുരുഷന്മാർക്ക് നോക്കൽ ഹറാമാണ്. നോക്കാനാണ് ആ പെണ്ണ് കാണൽ പരിപാടിക്ക് വീട്ടിൽ ഇറങ്ങുന്നതെങ്കിൽ കാലെടുത്ത് വെക്കൽ തന്നെ ഹറാമാണ്. ആ ഹറാമ് ചെയ്യിപ്പിക്കാനാണ് ഭക്ഷണം പാകം ചെയ്തതെങ്കിൽ ആ ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാക്കിയതും ഹറാമിനാണ്. അന്യപുരുഷന്മാർക്ക് അവിടെ നോക്കാൻ അവകാശമില്ല. ഞാൻ പറയട്ടെ, ദൂർത്തടിച്ച് അത് അഹങ്കാനതാ മാരിം വബനീൻ, പണമുള്ളതിന്റെ പേരിൽ എന്തും ചെയ്യുന്ന ഒരു അതാ ചുറ്റുപാട് പല നാടുകളിലും വളർന്നു വരുന്നുണ്ട്. അതില്ലായ്മ ചെയ്യാതിരുന്നാൽ മുസ്ലിം ഉമ്മത്തിന് എന്തെല്ലാം മുസീബത്തുകളാണ് റബ്ബിറക്കുന്നതെന്ന് കണ്ടറിയേണ്ടി വരും കേട്ടോ. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ സദ്യ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല. പക്ഷേ ദൂർത്തടിക്കണ്ട. പാവപ്പെട്ടവർക്കും ഇവിടെ ജീവിക്കണമല്ലോ. ചില ആളുകൾ വലിയ ദൂർത്തടിക്കുമ്പോ പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും ബോധം വേണം. തീരെ ഒരു 10 പവന് കൊടുക്കാൻ കഴിയാത്തതിനാൽ തൊട്ടടുത്ത വീട്ടിലുള്ള പെൺകുട്ടിയുടെ വിവാഹത്തിനൊരു പവൻ ചോദിച്ചാൽ നിന്റെ മനസ്സതിന് അനുവദിക്കൂല. ദൂർത്തടിക്കുന്നതിന് നിനക്കൊരു മടിയുമില്ല. ഇനി ഞാൻ പറയട്ടെ, പുതിയ ഒരു ഹറാമായ ബിദ്അത്ത്, പുതിയ ഹറാമായ ബിദ്അത്ത്, വമൻ ഇബ്തദഅ ബിദ്അതൻ സയ്യിഅതൻ ഫലഹു വിസ്റുഹാ വവിസ്റു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഔസാരിഹിം ശൈഅ. നബി തങ്ങൾ പറഞ്ഞില്ലേ, പുത്തൻ ആചാരങ്ങൾ ഉണ്ടാക്കുന്നു ചിലര്. അത് തെറ്റായതാണെങ്കിൽ ഉണ്ടാക്കിയവന് ഖിയാമത്ത് നാൾ വരെ അവനെ ചെയ്ത പരിപാടി തുടർന്ന് ചെയ്യുന്ന സമയത്തെല്ലാം അവനാ തെറ്റിന്റെ കുറ്റം കിട്ടുന്നു. ഞാൻ പറയട്ടെ, വിവാഹം നടന്ന പെൺകുട്ടിയെ നല്ല ആഭരണമണിയിച്ച് നല്ല വസ്ത്രമണിയിച്ച് സ്റ്റേജിന്റെ മുകളിൽ കുത്തിരിപ്പിക്കുന്ന ഒരു പച്ച ഹറാം, അന്യപുരുഷന്മാർക്ക് പ്രദർശിപ്പിക്കുന്ന പച്ച ഹറാം മുസ്ലിമീങ്ങൾ മടിയില്ലാതെ ചെയ്യുന്നത് കാണുമ്പോ നാണക്കേട് തോന്നുന്നു. അവിടെന്നും വിട്ടുപോയി നാണ് ഇന്നൊരാള് വിളിച്ചു പറഞ്ഞത്. അതെങ്ങനെ? ആ പെൺകുട്ടിയെ കൊണ്ടുവന്നിരുത്തുമ്പോ അവിടെ കുറെ ആണുങ്ങളും വന്ന് അവളുടെ കൂടെ ഇരുന്നിട്ടതാ ചിലര് തേങ്ങ ഉടപ്പിക്കുകയാണ്, വേറെ ചിലര് അവളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുകയാണ്. പഴയ കാലത്ത് ചില കോളേജുകളിൽ റാഗിങ് നടത്താറുണ്ടായിരുന്നു. അതുപോലെ പുതിയ പെണ്ണിനെ റാഗിങ് നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്വന്തം ബാപ്പ വളരെ അതവോടെ ഗുരുത്വത്തോടെ പഠിപ്പിച്ച പെൺകുട്ടി, ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന അന്ന് തന്നെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഇത്തരം തോന്നിവാസം ചെയ്യുന്നത് നിർത്താൻ, അത് നിർത്തിക്കാൻ അതാ നാട്ടിലെ മുതലാളിമാർ, നാട്ടിലുള്ള കാരണവന്മാർ, നാട്ടിലുള്ള കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ടവർ, നാട്ടിലെ ഖാദിമാർ, നാട്ടിലെ ആലിമീങ്ങൾ, നാട്ടിലെ സംഘടനാ പ്രവർത്തകർ ഇത്തരം തെമ്മാടിത്തങ്ങളെ ഇല്ലാതെയാക്കാൻ നിയമപരമായ മാർഗത്തിലൂടെ പരിശ്രമിക്കാതെ എത്ര പ്രായമുള്ള കാരണവരും അത് നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അതാ കുടുംബത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ നടക്കുന്നവൻ അത് നോക്കിയിട്ട് അതിൽ കുട്ടികളെ പരിപാടിയാണ് എന്ന് പറഞ്ഞ് അവനും ഇറങ്ങിപ്പോവുകയാണ്. അള്ളാന്റെ ലയനത്തിറങ്ങും കേട്ടോ. ആ
ലഅനത്ത്. സുബ്ഹാനല്ലാഹ്, ഇനി വല്ലതും ഇറങ്ങാൻ ഇവിടെ ബാക്കിയുണ്ടോ? ഈ സമുദായത്തിന് എന്തൊരു അന്തസ്സുണ്ടായിരുന്നു, എന്തൊരു അഭിമാനമുണ്ടായിരുന്നു, ഏത് നിലക്കായിരുന്നു പൂർവകാലം. എന്റെ കുട്ടിക്കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ സമുദായത്തിന് എന്തൊരു ഇസ്സത്തുണ്ടായിരുന്നു. ഇന്ന് എന്തേ സുഹൃത്തുക്കളെ ഈ സമുദായം ചോദ്യചിഹ്നമായി പോയത്? എന്തുകൊണ്ട് ഈ സമുദായത്തിന് പല സ്ഥലത്തും എതിരായ നീക്കങ്ങൾ ഉണ്ടാകുന്നത്? അള്ളാന്റെ സഹായം നഷ്ടപ്പെടുകയല്ലേ? അല്ലാഹു അല്ലാതെ സംരക്ഷകനുണ്ടോ? അല്ലാഹ് അല്ലാതെ സഹായിക്കുന്നവനുണ്ടോ? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിർ റഹീം. ആരെയും അടക്കി ഭരിക്കാൻ കഴിവുള്ള ഇസ്സത്തുള്ളവൻ അല്ലാഹുവല്ലേ. അതുപോലെ റഹ്മത്ത് ചെയ്യുന്നവൻ അല്ലാഹുവല്ലേ. സഹായം മുഴുവനും റബ്ബിൽ നിന്നല്ലേ. ആ റബ്ബിന്റെ സഹായം ഇന്ന് സമുദായത്തിന് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? റബ്ബിന്റെ നിയമങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. എന്റെ കരാറ് നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പുലർത്തിയാൽ നിങ്ങളെ സംരക്ഷിക്കുമെന്ന കരാറ് ഞാൻ അങ്ങോട്ടും പുലർത്തുമെന്നല്ലേ റബ്ബ് പറഞ്ഞത്. വെറും മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹും, ശറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും, ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും ആകെ 12 ആളുകൾ ഇന്ത്യ രാജ്യത്ത് വന്നപ്പോ അവരെ കയ്യിൽ തോക്കില്ല, അവരെ കയ്യിൽ വാളില്ല, അവരെ കയ്യിൽ അതാ കത്തിയില്ല, അവർക്ക് സംഘടനയില്ല, സ്ഥാപനങ്ങളില്ല, അവർക്കതാ പണമില്ല, ഒന്നുമില്ല. വെറും കയ്യോടെ വന്ന് ഈ രാജ്യത്ത് ഒരൊറ്റ മുസ്ലിം ഇല്ലാത്ത സമയത്ത് 12 ആളുകൾ വന്നപ്പോ കൊടുങ്ങല്ലൂരിൽ പള്ളി ഉണ്ടായില്ലേ, കൊല്ലത്ത് പള്ളി ഉണ്ടായില്ലേ, ധർമ്മടത്ത് പള്ളി ഉണ്ടായില്ലേ, മാടായി പള്ളി ഉണ്ടായില്ലേ, അങ്ങനെ ചാലിയത്ത് പള്ളി ഉണ്ടായില്ലേ. 12 ആളുകൾ വന്ന് 10 പള്ളി ഉണ്ടായില്ലേ. ഇന്ന് 12 കോടിയിലധികം മുസ്ലിമീങ്ങൾ ഇല്ലേ? അല്ല, അതിന്റെ ഇരട്ടിയോളമോ അതിലപ്പുറമോ ഇല്ലേ? പക്ഷേ പള്ളി പൊളിക്കപ്പെട്ടില്ലേ? എന്തേ കാരണം? പടച്ചവന്റെ അധികാരത്തിന് വല്ല കുറവുമുണ്ടോ? അല്ലാഹുവിന്റെ കഴിവിന് വല്ല കുറവുമുണ്ടോ? അല്ലാഹുവിന് വല്ലതും നടക്കാത്തതുണ്ടോ? റബ്ബിന്റെ സഹായം കിട്ടുന്നില്ല ഈ സമുദായത്തിന്. കാരണം എന്തേ? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. ഹിക്മത്തുള്ളവനും ഇസ്സത്തുള്ളവനുമായ റബ്ബിന്റെ സഹായത്തിന് നമ്മൾ പറ്റാത്തവരായി പോയി. കാരണം അല്ലാഹുവിന്റെ നിയമങ്ങൾ ഒരു സ്ഥലത്തും നമ്മൾ വില വെക്കുന്നില്ല. പടച്ചവൻ പണം തന്നപ്പോ അതല്ലേ സൂറത്ത് നൂനിൽ അല്ലാഹ് പറഞ്ഞത്, അങ്കാനദാ മാലിൻ, അവൻ ധനികനായതിനാൽ, വബനീൻ, ആൺകുട്ടികൾ കുറെ ഉണ്ടായതിനാൽ, എന്തും പറയാമെന്നായി, എന്തും ചെയ്യാമെന്നായി. എല്ലാ നാശവും പണം വർദ്ധിച്ചപ്പോഴുണ്ടായി അല്ലേ? പണം കുറഞ്ഞിരുന്ന കാലത്ത് മുസ്ലിമീങ്ങൾക്ക് വലിയ ഇസ്സത്തുണ്ടായിരുന്നു അല്ലേ? പണത്തിന്റെ ഗുങ്കില് ചെയ്യുന്ന പച്ച ഹറാമുകൾ അത് നിർത്തിവെക്കണേ മുസ്ലിമീങ്ങളെ. അതിന് കൂട്ടുനിൽക്കരുതേ ഇസ്ലാം സിരയിലൂടെ ഒഴുകുന്ന യുവാക്കളെ. ഹബീബ് നബി തങ്ങളെ പ്രിയം വെച്ച് ആ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടണം. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി. അന അവ്വലു മൻ യുഹരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ, അന അവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫഅ, അതാ ദുർബല നിമിഷങ്ങളിൽ തെറ്റ് ചെയ്തു പോയ ആളുകൾക്ക് ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുമ്പോൾ, കുടിക്കാൻ ഹൗദുൽ കൗസർ മുക്കിക്കൊടുക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ഹറാമായ ദുരാചാരങ്ങൾ കല്യാണ വീട്ടിലും അല്ലാത്ത വീട്ടിലും അതാ നടപ്പാക്കി വരുന്ന ജനങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വെള്ളത്തിന് ചെല്ലുമ്പോൾ സുഹ്കൻ സുഹ്കാ, സുഹ്കൻ സുഹ്കാ, മാറടോ മാറടോ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയും. എപ്പോഴാ പറയുന്നത് എന്നറിയോ? എന്റെ ഉമ്മത്താണ് അല്ലാഹ്, ഞാൻ കുറച്ച് വെള്ളം കൊടുക്കട്ടെ എന്ന് പറയും.
പറയുമ്പോ അല്ലാന്റെ പറച്ചിലാണ്, ഓ നബിയേ അങ്ങയുടെ വഫാത്തിനു ശേഷം അവരുണ്ടാക്കിയ ദുഷിച്ച വിശ്വാസങ്ങളുണ്ട്, അവരുണ്ടാക്കിയ ദുഷിച്ച ആചാരങ്ങളുണ്ട്. അതേ ആചാരങ്ങൾ കൊണ്ടുവന്ന കക്ഷികളാണ്. വെള്ളം കൊടുക്കണ്ട, സുഹക്കൻ സുഹക്ക, മാറടോ മാറടോ, എന്റെ അടുക്കുന്ന വെള്ളം കിട്ടൂല എന്ന് പറയുന്ന സമയം വരാനുണ്ട് യുവാക്കളെ. ഏത് ആചാരമുണ്ടാക്കുമ്പോഴും അല്ലാഹു പൊരുത്തപ്പെടുവല്ലേ? നിനക്ക് പണമുണ്ടായാൽ, നിനക്ക് ശരീരത്തിന് ശക്തി ഉണ്ടായാൽ, നിനക്ക് സ്വാധീനമുണ്ടായാൽ, സമ്പത്തുണ്ടായതിന്റെ പേരിൽ